ഇപ്പോൾ ഇരട്ടത്തീരുവ ചുമത്താനുള്ള പകരച്ചുങ്കം അല്ലെങ്കിൽ പ്രതികാര ചുങ്കം ചുമത്താനുള്ള അമേരിക്കയുടെ നീക്കങ്ങൾക്കിടയിലും റഷ്യയുടെ എണ്ണ വാങ്ങുന്ന ഇന്ത്യ തുടരും എന്നാണ് അറിയാൻ കഴിയുന്നത്, അല്ലേ? അതെ, ആവശ്യമായ എല്ലാ നടപടികളും ഇക്കാര്യത്തിൽ ഇന്ത്യ സ്വീകരിക്കും. അധിക തീരുവ അമേരിക്കയിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതിയെ 40 മുതൽ 50% വരെ ബാധിക്കുമെന്ന് വിദഗ്ധർ പറയുന്നു. വിനീത വിജിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനീത, വെരി ഗുഡ് മോർണിംഗ്. ഇന്ത്യ വലിയ നടപടിയിലേക്ക് പോകുന്നുവെന്നറിയുന്നു. അപ്പം തന്നെ നമ്മുടെ രാജ്യത്തേക്ക് ഒരു സാധനം വാങ്ങിക്കുമ്പോൾ അത് നമ്മുടെ അടുത്ത് കിടക്കുന്ന രാജ്യം അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് ഏറ്റവും അനുകൂലമായ സ്ഥിതികളിൽ വാങ്ങിക്കുക എന്നത് ഒരു പരമാധികാര രാഷ്ട്രത്തിന് സാധിക്കുന്നതാണല്ലോ. അതിന്മേലാണല്ലോ ഈ ചുങ്കത്തിന് മേൽ ചുങ്കമൊക്കെ വരുന്നത്. ഏത് രീതിയിലാണ് ഇപ്പോൾ സർക്കാരിന്റെ ഒരു നീക്കം? ഇതിന് പ്രതിരോധ നടപടികൾ എന്തെങ്കിലും ഉണ്ടാകുമോ? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. ഏതാണെങ്കിലും അമേരിക്കയുടെ ഈ ഭീഷണിക്ക് മുന്നിൽ തൽക്കാലം മുട്ടുകുത്തേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ്, മുട്ടുമടക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് ഇന്ത്യ തുടരുക തന്നെ ചെയ്യുമെന്നാണ് ഇപ്പോൾ നമുക്ക് ചില വിദേശകാര്യ മന്ത്രാലയമൊക്കെയായി ബന്ധപ്പെടുമ്പോൾ അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഈ അമേരിക്കയുടെ ഈ ഇരട്ടി പ്രഹരത്തിൽ ഇതിൽ എന്ത് നടപടി സ്വീകരിക്കണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിക്കാനാണ് വിദേശകാര്യ മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വരും ദിവസങ്ങളിൽ കൃത്യമായിട്ടുള്ള ചർച്ചകൾ ഉണ്ടാകും. അതിനുശേഷം ഉചിതമായിട്ടുള്ളൊരു നടപടിയിലേക്ക് എത്തുക. ഏതാണെങ്കിലും അമേരിക്കയുടെ ഈ തീരുമാനം അത് ദൗർഭാഗ്യകരമാണെന്നും ഒപ്പം തന്നെ ക്രിസ്റ്റീന പറഞ്ഞതുപോലെ ഏതൊരു രാജ്യത്തിനും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കയറ്റിറക്കുമതി സംബന്ധിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾക്ക് അവരുടേതായിട്ടുള്ള ഒരു പരമാധികാരമുണ്ട് എന്നുമാണ് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ഇരട്ട തീരുവ ചുമത്തിയ നടപടി അത് അത്തരത്തിലേക്കുള്ള കടുത്ത നടപടിയിലേക്ക് അമേരിക്ക പോകുമ്പോഴും അതിൽ അത്തരം ഭീഷണികളിലൊന്നും തൽക്കാലം വഴങ്ങേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 40 മുതൽ 50% വരെയുള്ള കയറ്റുമതിയെ ബാധിച്ചേക്കുമെന്നുള്ളതാണ് വിദഗ്ധരുടെ അഭിപ്രായം. പക്ഷേ നമുക്ക് ഒരു ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ഒരു GDP കണക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ 0.02% മാത്രമാണ് കയറ്റുമതി ഉണ്ടാവുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള അമേരിക്കയുടെ കയറ്റുമതി അത് വലിയ രീതിയിൽ ഇന്ത്യയെ ബാധിക്കാനുള്ളൊരു സാധ്യത ഇല്ല എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് നിലവിൽ നമ്മൾ ഈ ചെമ്മീൻ ഉൾപ്പെടെയുള്ള കയറ്റുമതി ചെയ്യുന്ന ഫിഷറീസ് മേഖല, ഒപ്പം തന്നെ ഈ തുണിത്തരങ്ങൾ, സ്റ്റീല്, ഇലക്ട്രോണിക്സ് മേഖല, ഇത്തരം മേഖലകളെയാണ് ഇത് ബാധിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാവുന്നത്. പക്ഷേ അത് നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നത് ഒരുപക്ഷെ ഇപ്പോൾ റഷ്യയുമായി ഇന്ത്യക്ക് നല്ല ബന്ധമുണ്ട്. ഒപ്പം ഇനിയിപ്പോൾ പ്രധാനമന്ത്രി ചൈന സന്ദർശിക്കുന്നുണ്ട്. ചൈനയുമായൊക്കെ ആദ്യഘട്ടത്തിൽ നമുക്ക് വലിയ അടുത്ത ബന്ധമുണ്ടായിരുന്നതാണ്. വ്യാപാരവുമൊക്കെയായി ഇരു രാജ്യങ്ങളും തമ്മിൽ വലിയ സഹകരണം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അത് ഒന്ന് മെല്ലെ പോകുന്നൊരു ഘട്ടമുണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഒരു ചൈനീസ് സന്ദർശനം കൂടി മുന്നിലുള്ള ഒരു പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ ഈ വ്യാപാരവുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ ശക്തമായിട്ടുള്ള ചർച്ചകൾ ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാകും. അങ്ങനെയാണ് എങ്കിൽ ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് അവിടെ വിപുലമായിട്ടുള്ളൊരു വിപണി തുറക്കാൻ കഴിയുന്നൊരു പശ്ചാത്തലം തന്നെയാണുള്ളത്. ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്കൊക്കെ ചൈനീസ് വിപണിയിൽ വലിയ മാർക്കറ്റ് ലഭ്യമാവുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ റഷ്യയുമായും ഒപ്പം തന്നെ ചൈനയുമായിട്ടുള്ള വ്യാപാര കരാറുകൾ കൂടുതൽ ഊർജിതമാക്കുകയാണ് എങ്കിൽ ഇപ്പോൾ അമേരിക്ക ചുമത്തിയിരിക്കുന്ന ഈ ഒരു പ്രഹരം അത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ അതിനെ നമുക്ക് അതിജീവിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ പ്രധാനമന്ത്രി ഈ മാസം 31-ന് ഇനി ചൈനയെ സന്ദർശിക്കുന്നുണ്ട്. ഒരുപക്ഷെ അവിടെ എത്തിയതിനു ശേഷം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ നടപടികൾ, ഇത്തരത്തിലേക്ക് വ്യാപാരം കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ ചൈനയും യൂറോപ്യൻ യൂണിയനും അടക്കമുള്ള ബദൽ വിപണികൾ തേടുകയാണ് ഇന്ത്യ. ഹാഷ്മി, ഇപ്പോൾ ഹാഷ്മിയുടെ വീട്ടിൽ അല്ല, ഇപ്പൊ ഹാഷ്മിയുടെ വീട്ടിൽ അരി എവിടുന്ന് വാങ്ങണം, പച്ചക്കറി എവിടുന്ന് വാങ്ങണമെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. ഹാഷ്മിക്ക് തൊട്ടടുത്ത കടയിൽ നിന്നായിരിക്കും മേടിക്കുന്നത്. ഏറ്റവും വില കുറഞ്ഞ കടയിൽ നിന്ന്, ചിലപ്പോൾ പരിചയമുള്ള കടയിൽ നിന്ന്. അതിപ്പോ എനിക്ക് പറയേണ്ട കാര്യമുണ്ടോ? അപ്പൊ ഭരണഘടനയിൽ സ്വതന്ത്ര പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നുള്ളത് അദ്ദേഹത്തിന് അറിയില്ലേ എന്നൊരു സംശയമുണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയുമായി വലിയ സൗഹൃദം ഉണ്ടെന്ന് ഭാവിക്കുകയാണെന്ന് വേണം കരുതാൻ. മൈ ഫ്രണ്ട് എന്നൊക്കെ വിളിച്ചിട്ട് എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് ട്രംപിന് എന്ന് കരുതണം. ആപ്കി ബാർ ട്രംപ് സർക്കാർ എന്നൊക്കെ പറഞ്ഞ ഹൂസ്റ്റണിലെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ റാലിയൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. ഒരു ഉപകാരസ്മരണ ഇല്ലാതെ നമ്മളായിട്ട് ഉപദ്രവിക്കുകയാണ്, അല്ലേ? അങ്ങനെ ഉപദ്രവത്തിൽ നമ്മൾ വഴിപ്പെട്ട ചരിത്രം ഈ രാജ്യത്തിനില്ല. പോയി പണി നോക്ക് എന്ന് നമ്മൾ നയതന്ത്ര ഭാഷയെ പറയും. ഈ ഭാഷ പറയില്ല, അങ്ങനെ പറയാൻ പറ്റത്തില്ല, നയതന്ത്ര ഭാഷയിൽ, അല്ലേ? പക്ഷെ ഹാഷ്മി പറയുന്നത് ഇച്ചിരി ഒന്ന് സൂക്ഷിച്ചോ. കാരണം അങ്ങ് അമേരിക്കൻ എയർപോർട്ടിൽ പോയി ഇറങ്ങുമ്പോൾ അവിടുത്തെ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥൻ ഇതെടുത്ത് നിങ്ങളല്ലേ പണ്ട് ട്രംപിനെ ചീത്ത വിളിച്ച ഹാഷ്മി എന്ന് ചോദിച്ചാലോ? ഞാൻ തിരിച്ചു വരും, ഒരു കുഴപ്പമില്ല.